ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇന്നലെ ആ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് വാഷ്റൂം ഏരിയയിൽ ഒട്ടുമിക്ക എല്ലാവരും ഉണ്ടായിരുന്നു. വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് വാഷ്റൂം ഏരിയയിൽ വരാതിരുന്നത്. എല്ലാവരും തന്നെ അവരുടെ പ്രസൻസ് ഈ ഒരു വിഷയത്തിനകത്ത് അറിയിച്ചിരുന്നു. മിക്കവരും ഒനീലിന്റെ ഭാഗത്ത് നിന്ന് ഒനീലിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. പക്ഷെ മസ്താനിയും ഇതിനകത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല. മസ്താനിക്ക് ഇത് കോണ്ടന്റ് ആക്കാൻ ഒരു രീതിയിലും താല്പര്യമില്ലായിരുന്നു. ലക്ഷ്മിയാണ് ഇത് വെച്ചിട്ടൊരു നാറിയ ഗെയിം കളിച്ചത്. അതൊക്കെ വേറെ കാര്യം. അപ്പൊ നമ്മുടെ അനീഷ് ഈ ഒരു ഇഷ്യൂവിനകത്ത് ഇന്റർഫിയർ ചെയ്യാൻ വന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഒനീലിനോടും മസ്താനിയോടും അവരുടെ ഭാഗങ്ങൾ ചോദിച്ച് വ്യക്തമാക്കാനായിട്ട്, ക്ലാരിറ്റി വരുത്താനായിട്ട് വരുന്നുണ്ട്. ഒനീല് അത് മാനിക്കുന്നുണ്ട്. ഇയാളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇയാള് പലതും പറയാനായിട്ട് ശ്രമിക്കുന്നതാണ്. നിങ്ങളൊന്ന് പറ, എന്താണ് സംഭവം എന്ന് പറ എന്നുള്ള രീതിയിൽ മസ്താനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ മസ്താനി എന്താണ് ചെയ്യുന്നത്? മസ്താനി ആട്ടിപ്പായിക്കുകയാണ് അനീഷിന്. ഒരുമാതിരി പട്ടിയെ ആട്ടിപ്പായിക്കുന്ന പോലെ ആട്ടിപ്പായിക്കുകയാണ്. ഷാനവാസിനെ ഇതേപോലെ ആട്ടിപ്പായിക്കുന്നുണ്ട്. പോടോ എന്ന് പറഞ്ഞിട്ട് ആട്ടിപ്പായിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ അത്രയും കുറച്ചെങ്കിലും ഒരു ഏജ് ഡിഫറൻസ് ഉള്ള രണ്ട് മനുഷ്യരല്ലേ. മസ്താനിയേക്കാളിൽ ഇത്തിരി കൂടുതൽ ലോകം കണ്ട രണ്ടാളുകളല്ലേ. അവർ ഈ ഒരു വിഷയത്തിനകത്ത് എന്തേലും ഒരു അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് അവർ വന്നതാണ്. ഇവരുടെ ഭാഗങ്ങൾ കേൾക്കാനായിട്ട് വന്നതാണ്. അല്ലാതെ ഇന്റർഫിയർ ചെയ്ത് വലിയ സീൻ ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാനായിട്ടൊന്നും ആരും അവിടെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് അനീഷ് ഇങ്ങനത്തെ നാറിയ കളികളൊന്നും കളിച്ചിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഷാനവാസും അതെ. രണ്ടുപേരും നല്ല രീതിയിൽ മാന്യത വെച്ച് പുലർത്തി ഗെയിം കളിക്കുന്ന രണ്ടുപേരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ഇങ്ങനെ ആട്ടിപ്പായിച്ച് ഒരുമാതിരി നായ്ക്കളെ ആട്ടിപ്പായിക്കുന്ന പോലെ ഇങ്ങനെ ആട്ടിപ്പായിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ കൊണ്ടു. ഇങ്ങനെയൊന്നും ആട്ടിപ്പായിക്കേണ്ട ഒരാവശ്യമില്ല. മസ്താനിയുടെ ഭാഗത്ത് തെറ്റില്ല. മസ്താനിക്ക് ഇത് കോണ്ടന്റ് ആക്കാൻ താല്പര്യമില്ലായിരുന്നു. അതാണ് അവിടെ പറയേണ്ടത്. അനീഷേട്ടാ, ഷാനവാസിക്ക, എനിക്കിത് കോണ്ടന്റ് ആക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. ലക്ഷ്മിയാണ് ഇത് വന്ന് സീനാക്കിയത്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. ഉടനെ പോടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ റെസ്പെക്ട് ഇല്ലാതെ പെരുമാറുന്നവരെ എനിക്ക് പണ്ടേ ഇഷ്ടമില്ല. നമ്മൾ എല്ലാ സീസണിലും വിമർശിക്കുന്നതാണ്. ഇത്തിരി ഒരു റെസ്പെക്ട് ആവാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.